നമസ്കാരം. കണ്ണൂർ സ്വദേശിയായ നഴ്സും ഭാര്യയും കുടുംബ വഴക്കിനിടെ കൊല്ലപ്പെട്ടതിന്റെ കാരണം ഇപ്പോഴും അജ്ഞാതം. കുവൈത്തിലെ അബ്ബാസിയ സ്വാദ് റെസ്റ്റോറന്റിന് സമീപമുള്ള ഫ്ളാറ്റിൽ കണ്ണൂർ സ്വദേശിയും എറണാകുളം സ്വദേശിനിയായ ഭാര്യയും കുടുംബ വഴക്കിനെ തുടർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്ന നഴ്സ് ദമ്പതികളാണ് മരിച്ചത്. നടുവിൽ മണ്ഡലം സ്വദേശിയായ കുഴിയത്ത് സൂരജ്, ഭാര്യ എറണാകുളം സ്വദേശിനി ബിൻസി എന്നിവരാണ് മരിച്ചത്. ഭർത്താവ് സൂരജ് ബർ ഹോസ്പിറ്റലിലും ഭാര്യ ബിൻസി ഡിഫൻസിലും ജോലിക്കാരായിരുന്നു. ന്യൂസിലൻഡിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനാൽ ഇവർ മക്കളെ നാട്ടിലേക്ക് അയച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരുവരും ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ റൂമിലെത്തിയതായും രണ്ടുപേരും തമ്മിൽ വഴക്ക് കൂടുന്ന ശബ്ദം കേട്ടതായും മരിച്ചു കിടക്കുമ്പോൾ രണ്ടുപേരുടെയും കയ്യിൽ കത്തിയുണ്ടായിരുന്നതായും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പരസ്പരം കുത്തി മരിച്ചുവെന്ന നിഗമനത്തിൽ കാര്യങ്ങളെത്തിയത്. നേരത്തെ ഈ ദമ്പതികൾ ഓസ്ട്രേലിയയിലേക്കാണ് കുടിയേറാൻ ശ്രമിച്ചതെന്നായിരുന്നു വാർത്തകൾ. എന്നാൽ ന്യൂസിലൻഡിലേക്കാണ് പോകാൻ ലക്ഷ്യമിട്ടതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അബ്ബാസിയിലെ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ സമീപത്തെ താമസ സ്ഥലത്താണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 2 കുട്ടികളാണ് ഇവർക്കുള്ളത്. കുട്ടികളെ നാട്ടിലാക്കി ഇരുവരും ആഴ്ചകൾക്ക് മുമ്പാണ് കുവൈത്തിലെത്തിയത്. 10 വർഷത്തോളമായി ഇരുവരും കുവൈത്തിലുണ്ട്. ഈസ്റ്ററിന് നാട്ടിലെത്തിയ 2 പേരും കുവൈത്തിൽ നിന്നും ന്യൂസിലൻഡിലേക്ക് പോകാനുള്ള വിസയും മറ്റ് പേപ്പറുകളും റെഡിയാക്കി. ഇതിനായി 2 മക്കളെയും എറണാകുളത്തുള്ള ബിൻസിയുടെ വീട്ടിൽ ഏൽപ്പിച്ചാണ് കുവൈറ്റിലേക്ക് മടങ്ങിയത്. ന്യൂസിലൻഡിലേക്ക് കുടിയേറാൻ എല്ലാം സജ്ജമാക്കിയിരിക്കുകയാണ് മരണങ്ങൾ. 4 ദിവസം മുൻപാണ് കീഴിലം സ്വദേശിയായ ബിൻസിയും ഭർത്താവ് കണ്ണൂർ സ്വദേശി സൂരജും മക്കളെ നാട്ടിൽ നിർത്തി തിരിച്ച് കുവൈത്തിലെത്തിയത്. കീഴിലം മണ്ണൂർ കുഴൂർ കട്ടക്കയം തോമസിൻ്റെയും അന്നമ്മയുടെ മകളാണ് ബിൻസി. കീഴിലത്തിന് സമീപത്തുള്ള കുന്നുകുരുടിയിലായിരുന്നു കുടുംബം ആദ്യം താമസിച്ചിരുന്നത്. പിന്നീടാണ് കീഴിലത്തേക്ക് മാറിയത്. ദമ്പതികൾക്ക് 7ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളാണുള്ളത്. ഇരുവരും തമ്മിൽ പലപ്പോഴും കലഹമുണ്ടാകാറുണ്ടായിരുന്നുവെന്നാണ് കുവൈത്തിലെ അയൽ വീട്ടുകാർ പറയുന്നത്. ഇന്നലെയും ഇത്തരത്തിൽ വീട്ടിൽ വഴക്കുണ്ടായതായിട്ടാണ് വിവരം. ഈജിപ്തുകാരനായ കെയർടേക്കർ വന്ന് വാതിൽ തുറന്നപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് എന്നാണ് ഒരു വിവരം. 2 ദിവസം മുമ്പ് ഇവർ തമ്മിൽ വഴക്ക് നടന്നിരുന്നതായി അയൽവാസികൾ പറയുന്നു. ബിൻസി ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ നഴ്സിംഗ് ചാർജിനെ വിളിച്ച് ഇനി ബിൻസി ജോലിക്ക് വരില്ലെന്ന് സൂരജ് പറഞ്ഞിരുന്നു. അതേസമയം ഈ വിവരവുമായി വ്യത്യാസപ്പെട്ട് നിൽക്കുന്നതാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇരുവരും തർക്കിക്കുന്നത് അയൽവാസികൾ കേട്ടിരുന്നുവെന്നും ഇതിനുശേഷം ശബ്ദമൊന്നും കേൾക്കാതായതോടെ സംശയം തോന്നി സെക്യൂരിറ്റിയെ വിവരം അറിയിച്ചു. തുടർന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻ റൂമിൽ വിവരം ലഭിച്ചു. ഇതിനുശേഷം ഫർവാനി പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് ഫ്ളാറ്റിൽ പോയി ഡോറിൽ മുട്ടിയപ്പോൾ ആരും വാതിൽ തുറന്നില്ല. തുടർന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുമതി വാങ്ങി ഡോർ തകർത്ത് അപ്പാർട്ട്മെന്റിൽ പ്രവേശിച്ചപ്പോഴാണ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബിൻസിയുടെ മൃതദേഹമാണ്. ഇത് കഴുത്തറത്ത നിലയിലാണ്. ഹാളിൽ നിറയെ രക്തവും ഉണ്ടായിരുന്നു. തിരച്ചിലിന് ശേഷം സൂരജിന്റെ മൃതദേഹം കണ്ടെത്തിയതായും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനമെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. രാത്രിയിൽ ദമ്പതികൾ തമ്മിൽ വഴക്കിടുന്നതിൻ്റെയും സ്ത്രീ നിലവിളിക്കുന്നതിൻ്റെയും ശബ്ദം കേട്ടതായിട്ടാണ് അയൽക്കാർ പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ വാതിൽ അടച്ചിരുന്നതിനാൽ ഇവർക്ക് ഇടപെടാൻ സാധിച്ചില്ലെന്നും പോലീസിനോട് ഇവർ വിശദീകരിച്ചിട്ടുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ 2 മൃതദേഹങ്ങളും പരിശോധിച്ച ശേഷം അപകട സ്ഥലത്ത് വിരലടയാളം എടുക്കാനും 2 മൃതദേഹങ്ങളും ഫോറൻസിക് മെഡിസിൻ വകുപ്പിലേക്ക് മാറ്റാനും ഉത്തരവിടുകയായിരുന്നു. ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളും പുരോഗമിച്ചു വരികയാണ്.